ഒരു വെള്ളിയാഴ്ച എന്ന നാടകത്തിന്റെ തുടർച്ചയായി ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഈ കഥ ഞങ്ങളുടേത് മാത്രമല്ല, നിങ്ങളുടേതും കൂടിയാണ്. ഈ മണ്ണ് നമ്മുടെ സ്വന്തമല്ല എന്ന യാഥാർത്ഥ്യവും തിരിച്ചുപോക്ക് അനിവാര്യമാണെന്ന തിരിച്ചറിവും ഓരോ പ്രവാസിക്കും ഉണ്ടായിരിക്കണമെന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി സ്നേഹസംഗമം അവതരിപ്പിക്കുന്നു മരുഭൂമിയിലെ പകൽ നക്ഷത്രങ്ങൾ. പപ്പായെ കാണാൻ കൊതിയാവുന്നു. അടുത്ത ആഴ്ച എന്റെ സ്കൂളിൽ നിന്നും ടൂർ പോവുകയാണ്. അമ്മ എന്നെ വിടില്ല. അമ്മ പറഞ്ഞു പപ്പ വന്നിട്ട് പോകാമെന്ന്. പിന്നെ നമ്മുടെ തൊടിയിൽ ഞാൻ നട്ട ചെടികളിലെല്ലാം നിറയെ പൂക്കളായി. മുല്ലയും റോസും ജമന്തിയും പാരിജാതവും അങ്ങനെ കുറേയുണ്ട്. പപ്പ വന്നിട്ട് വേണം പുതിയ വീടിന്റെ മുറ്റത്തും നമുക്കത് പറിച്ചു നടാൻ. പിന്നെ പപ്പ വരുമ്പോൾ എനിക്ക് ഒരുപാട് ചോക്ലേറ്റ് കൊണ്ടുവരണം. എന്റെ കൂട്ടുകാർക്കെല്ലാവർക്കും കൊടുക്കുവാനാണ്. നിർത്തട്ടെ പപ്പ. ചക്കരമ്മ എന്ന് പപ്പയുടെ സ്വന്തം കുഞ്ഞുമോൾ. നീ ഇന്ന് നാട്ടിൽ പോവുകയല്ലേ? ഇപ്പോഴത്തെ കത്തല്ലേ വരട്ട, എത്ര വായിച്ചാലും മതിയാവില്ല. സന്തോഷം കണ്ട എടുത്തുനിന്ന് ആദ്യമായിട്ട് നാട്ടിൽ പോകുന്ന ആൾ നീയാണെന്ന് കരുതല്ലോ. ശരിക്കും സന്തോഷമാണ്. 3-4 വർഷം കൊണ്ട് നാട്ടിൽ പോയി എന്റെ വീടെന്ന സ്വപ്നം നിറവേറ്റാൻ. പിന്നെ നമ്മുടെ നാടിന്റെ പച്ചപ്പ്, നാട്ടുകാരും വീട്ടുകാരുമുള്ള ഓരോരോ ദിനങ്ങളും എനിക്കും ആഗ്രഹം. ഈ അവർക്ക് ഞാൻ സാധിക്കും. എന്റെ വീടിന്റെ പണി കഴിഞ്ഞു ഒരു 3-4 ദിവസമെങ്കിലും അതിൽ അന്ന് തുടങ്ങിയിട്ട് ഞാൻ ഈ മരുന്നിന്റെ തിരിച്ചെത്തുള്ളൂ. അല്ല മാരാട്ടോ, നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് കേരളത്തിന് പറ്റിയ ദൈവം പുതിയ വീടിന്റെ കേരളത്തിന് ദിവസവും കാലമൊന്നും അല്ല പ്രധാനം. വലത് കാണിച്ച് കയറുന്നവരുടെ മനസ്സാണ് പ്രധാനം. സ്നേഹമുള്ള മനസ്സിലൊക്കെ ഒന്നിച്ച് താമസിക്കുവാൻ എല്ലാ ദിവസവും നല്ലതാണ്. ഹലോ കുഞ്ഞിഹിയ, പറയൂ. ആ കൊടുത്തുവിടാം. ഓക്കെ, ശരി ശരി. അതവിടെ ചില്ലിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ ലീവിന് ഒരു മിനിറ്റ് കാണിച്ചു തരാം. ഓക്കെ, മുഖാലൊക്കെ അടിച്ചു എന്ന് കേട്ടപ്പോ അങ്ങോട്ട് കൊടുത്തുവിടെ. ഇത്രയ്ക്ക് ധൈര്യശാലിയാണോ എയർപോർട്ടിൽ കരഞ്ഞത്? അല്ല, നീ ഇന്നും കൂടെ അല്ലേ ഉള്ളൂ. നല്ലൊരു ചായ തടാം. നാളെ മുതൽ ഇവനെ ചായ കുടിക്കണം അല്ലേ വരട്ടാ? അതാ വളയട്ട കൈ കൊണ്ട് ചായ കിട്ടുമോ അതോ തല്ല് കിട്ടുമോ എന്ന് കർത്താവിനറിയാം. അതല്ല, നിന്റെ കയ്യിലിരിപ്പ് പോലെ എനിക്ക് മോനെ. അതെ അതെ, ഇക്കാരെ കണ്ട് പോകാൻ എന്റെ വിശ്വാസം. അതല്ലേ
ഒറ്റയ്ക്കല്ല മോനെ, ഏതൊക്കെയാണ് മയക്ക്. അല്ല, ഇന്ന് യാത്ര ഏതൊക്കെയല്ലേ അല്ല മനോജ്, നിന്റെ നാളത്തെ എങ്ങാട്ടാണ് ഒന്ന് നോക്കട്ടെ. നാട്ടുമാസം പറയുന്നത് അതോ ഹലോ, ശരി, കൊടുത്തു വിടാം. പഠിച്ചോൻ കാത്ത 2 ദിവസത്തിനുള്ളിൽ. ഓക്കെ, ശരി ശരി. അല്ല മനോജ്, ഇന്ന് 1-ാം തീയതിയല്ലേ? അതെ, എന്താ പ്രത്യേകിച്ച്? അല്ല, നമ്മുടെ ലോട്ടറിയുടെ ഒക്കെ വന്നില്ല. ചോദിച്ചതാ. തായ്ലാൻഡ് നോട്ട് കാണാൻ നിന്റെ ദൈവമല്ലേ? ഇവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ പണമത്രയും എന്തിനാ ലോട്ടറി എഴുതിയും ഫോൺ ചെയ്ത് നശിപ്പിക്കുന്നത്? നീ ആ ആന്റണിയെ കണ്ടുപിടിക്കുക. ഒരു വീരാൻ പോലും നഷ്ടപ്പെടുത്താതെ എല്ലാം ചിട്ടിയിൽ വിശ്വസമായി മുടക്കിയിരിക്കല്ലേ? എല്ലാം ശരിയുടെ പോലെ അവസാനം എന്തായി തീരുമെന്നോ? മനോജ്, എന്തൊരു നെഗറ്റീവ് മാത്രം കാണുന്നതിന്റെ ദുസ്വഭാവമുണ്ട്. അതത്ര നല്ലതാണ്. അല്ലെങ്കിലും അവനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും പിടിക്കില്ലല്ലോ. മാനസപുത്രനല്ലേ? മാനസപുത്രനോ? അതെന്താ അങ്ങനെ? അതങ്ങനെ ബാധിച്ച കാര്യങ്ങളൊന്നും നീ ആലോചിക്കണ്ട കേട്ടോ. ഉള്ള സമയത്ത് 10 പെൺപിള്ളാരെ ലൈക്ക് കിട്ടുമോ നോക്ക്. ഞാൻ ആരോടൊന്നും പറയുന്നില്ല, എല്ലാവരും അനുഭവം വരുമ്പോ പഠിച്ചോളൂ. അല്ല, ഇത് പണത്തിന്റെ കാര്യമുണ്ടല്ലോ. ഒന്നും ആയിട്ട് പറയണ്ട, ഇനി ആകെ കുറച്ച് ദിവസം കൂടി ഉള്ളൂ. ആലോചിച്ച് നോക്കിയിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ശക്തമായ ചെക്കിട്ടുണ്ടാവുമെന്നാ കേട്ടത്. ആ, എന്തായി തീരുവോ എന്തോ. ആ ബാലടാ, ഞാൻ ഇറങ്ങുന്നു. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. എനിക്കെന്താ വല്ല പകർച്ചവ്യാധി കൊണ്ടോ? കണ്ടാൽ ഇറങ്ങി പോകാൻ വന്നാ ഉടനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കാൻ എന്റെ അളിയനോ? പട്ടാളത്തിൽ പോയ കുഞ്ഞമ്മയുടെ മോനൊന്നും അല്ലല്ലോ. എന്നെ എതിർത്ത് സംസാരിക്കാൻ മാത്രം നീ വളർന്നു അല്ലേ? ആ, എനിക്കത് കിട്ടണം. അല്ല, ബാലട്ടന് ഓർമ്മയില്ലേ, 2 വർഷം മുമ്പ് ഒരവധി കഴിഞ്ഞ് ഞാൻ മടങ്ങി വരുമ്പോൾ എയർപോർട്ടിൽ വെളിയിൽ കൂട്ടിക്കൊണ്ടുപോകാൻ ആരുമില്ലാതെ പേടിച്ച് കരഞ്ഞു നിന്ന് ഇവന്റെ മുഖം ഞാൻ ഇന്ന് ഓർക്കുന്നു. അറിയാതൊന്ന് ചിരിച്ചുപോയി. അന്ന് കൂടെ കൂടിയ ഒരു കൂടപ്പിറപ്പിനെ പോലെ ഞാനും കൂടി. അവർക്ക് സ്പോൺസറേയും കണ്ടെത്തി നല്ലൊരു ജോലിയും വാങ്ങിക്കൊടുത്തു. നിന്റെ ഇഷ്ടത്തിനല്ലേ നീ റൂമിൽ നിന്ന് പോയത്? അല്ലെങ്കിലും ബന്ധനങ്ങളാകുമ്പോൾ സ്നേഹത്തിനൊരു വില. എന്താണ് നിങ്ങളൊക്കെ മനസ്സിലെ ചായട്ട് കൊടുക്കുന്നത്? അല്ല, നിന്റെ ഫ്ലൈറ്റ് എത്ര മണിക്കാണ്? വൈകിട്ട് 9 മണിക്കാണ് ഫ്ലൈറ്റ്. അതെ, ഞാൻ 5 മണിക്ക് വന്ന് നിന്നെ ഡ്രോപ്പ് ചെയ്യാം. അല്ല പറയട്ടെ, കാലിന്റെ വേദനയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കൊണ്ടുവന്നാക്കിയിട്ടില്ലേ? ഇപ്പോഴാണ് നിന്നോട് കാണുന്നത് തന്നെ. ജീവിതത്തിൽ തിരക്കിൽ വരുമ്പോൾ ബന്ധങ്ങൾ മറക്കാൻ പാടില്ല. എന്റെ പൊന്നു പാരട്ട, ഒന്നും മനഃപൂർവ്വമല്ല. ആഗ്രഹമുണ്ടെങ്കിലും ഒരിടത്തും ഓടിയെത്താൻ സാധിക്കുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്കറിയാം, നിന്റെ ചിട്ടിയും ബിസിനസ്സും നിനക്കില്ലാത്ത പരിപാടിയൊന്നുമില്ലല്ലോ. പക്ഷേ ഒരു കാര്യം നീ ഓർക്കണം, ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ ഓടി നടക്കുമ്പോഴും സ്വന്തം ജീവിതം കൈപ്പിടിയിൽ നിന്നും വഴി പോകാതില്ല. അവസാനം ഓട്ടം നിർത്തി തിരിഞ്ഞു നോക്കുമ്പോൾ സമ്പാദിച്ച പണത്തിനൊന്നും നെല്ലിച്ചേർക്കാൻ കഴിയാത്ത ഒരുപാട് കോളങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അറ്റുപോകുന്ന ബന്ധങ്ങളുടെ കോളങ്ങൾ. അറിയാൻ പാരട്ട, പക്ഷേ ഇപ്പോഴത്തെ പുതിയ നിയമങ്ങൾ ഇതാക്ക കൂടെയുള്ള പലരുടെയും തനാത്തിൽ മാറും. കടയിലെ ലൈസൻസും മറ്റും ശരിയാക്കണം. കഫീലാണെങ്കിൽ അയാൾ കിട്ടുന്ന അവസരം മുതലാക്കാൻ ശ്രമിക്കുക. ഈ നിയമങ്ങളൊക്കെ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒന്നും തുടങ്ങില്ലായിരുന്നു. ബാലകനറിയോ, നാട്ടിലെ വീടും സ്ഥലവും പണയപ്പെടുത്തിയ പുതിയ സ്ഥാപനത്തിന് പണം മുടക്കി. ആലോചിക്കുമ്പം ഭ്രാന്ത് പിടിക്കുക. എന്തായി തീരുമെന്നൊരു തോന്നൽ. പെട്രോൾ വിലക്കൂടി എന്ന് കരുതി ഇവിടെ ടാക്സിക്ക് ചാർജ് സ്വാതന്ത്ര്യമായിട്ടുണ്ട്. എങ്കിലും ഒന്ന് പിടിച്ചു നടന്നിട്ട് പോടാ. പിടിച്ചുകൊടുക്കുക. എന്താ അറിയാ, ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ ഞാൻ എയർപോർട്ടിൽ വന്ന് കൂട്ടിക്കൊണ്ടുവരുവാണല്ലോ. ഏത് നമ്പർ വേണം ഞാൻ വിളിക്കേണ്ടത്? 4 നമ്പർ ഞാൻ മാറി മാറുന്നു. 5ാമത്തെ നമ്പർ അറിയില്ലായിരുന്നു. സോറി മോനെ. അത് ശരിക്കായുടെ ഒരു നമ്പർ അല്ലേ? തന്നെ മോനെ,
ഒന്ന് വീണു എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇത്രത്തോളം ഇത്തിരി കൂടിപ്പോയി. ഒക്കെ പറയാ സമയമുണ്ടല്ലോ. അല്ല, 6 മാസം നാട്ടിൽ അവധിക്ക് നാട്ടിൽ പോയ നീന്റെ 4 മാസം തിരികെ തിരികെ എത്തി. നാട്ടിൽ നിന്നും അടുത്തോ നീ? ഒന്നും പറയണ്ട. നാട്ടിൽ ചെന്നാൽ കാണുന്നവർക്കൊക്കെ അറിയേണ്ടത് നമ്മുടെ സുഖവിവരങ്ങളൊന്നുമല്ല, തിരിച്ചുപോക്ക് എന്നാണെന്നാണ്. ഇവരുടെയൊക്കെ ഈ ചോദ്യം കേട്ടാൽ ഇവന്മാരൊക്കെയാണ് നമുക്ക് ചിലവിന് തരുന്നത് തോന്നിപ്പോകും. അന്യ നാട്ടിൽ നിന്ന് വിചാരത്തോട് കൂടിയാണ് ഓരോ ദിവസവും നമ്മളിവിടെ തള്ളി നിൽക്കുന്നത്. ഒരുപാട് സന്തോഷത്തോടു കൂടി സ്വന്തം നാട്ടിൽ തിരികെ എത്തുമ്പോൾ അവിടെയും നാം നീരാവുകയാണല്ലേ. സ്വന്തമെന്ന് പറയാൻ ഒരു നാടില്ലാത്തവനെയാണോ പ്രവാസി എന്ന് പറയുന്നത്? ഭാഷയിൽ പ്രവാസി എന്നാൽ പുറത്താക്കപ്പെട്ടവൻ എന്നല്ലേ? പുറത്താക്കപ്പെട്ടവനല്ലേ, അല്ലാതെ ആർക്കും വേണ്ടാത്തവരൊന്നും അല്ലല്ലോ. അതൊന്നുമല്ല. 6 മാസത്തെ കരുതൽ 3 മാസം കൊണ്ട് തീർന്നതാണ്. പിന്നൊരു മാസം നാട്ടുകാരെടുക്കുന്ന കടവും വാങ്ങി അവസാനം പെണ്ണുങ്ങളുടെ കെട്ടുതാലിയും പണയം വെച്ച് പിടിച്ചു തീർന്ന പെണ്ണി കയറി പോകും. ഇതല്ലേ അറിയാം സത്യം. അതും ഒരു കണക്കിന് ശരിയാ. അല്ലേ? നാട്ടിൽ എന്തൊക്കെ വിശേഷങ്ങൾ? ഗൾഫുകാരൊഴികെ മറ്റെന്തിനും നാട്ടിൽ തീ പിടിച്ച വിലയാണ്. അല്ല, ഇതേതോ പുതിയൊരു അവതാരം. ഇത് കഞ്ഞി അല്ലല്ല കുഞ്ഞി. നമ്മുടെ ബാലേട്ടന്റെ ഓഫീസിലെ മാനേജറാണ്. അതെ, മാനേജർ എന്നുള്ള പറച്ചിലേ ഉള്ളൂ. ഈ ബോയാണ്. ചുമ്മാ അല്ല, വെള്ളമായിട്ട്. അല്ല നീ നാട്ടിൽ പോകേ? അതെ, ഹിന്ദിയൊക്കെ പഠിച്ചോ? അതിന്റെയൊക്കെ നാട്ടിൽ പോകുന്ന ഹിന്ദിയൊക്കെ പഠിക്കുന്നത്. അതെന്തിനാണോ? നാട്ടിൽ മുഴുവൻ ബംഗാളികളും ഹിന്ദിക്കാരല്ലേ ഉള്ളൂ. മലയാളിയെ കാണണമെങ്കിൽ ദേ ഇവിടെ വരണം. നമ്മുടെ ഇവിടെ കഷ്ടപ്പെടുമ്പോൾ അവർ കേരളത്തിൽ നിന്ന് അവരുടെ സ്വർഗം പണിയുന്നു. അന്യ നാട്ടിൽ ഉണ്ണാതെ ഉറങ്ങാതെ 10-16 മണിക്കൂർ ജോലി ചെയ്യാൻ നമ്മൾ മലയാളികൾക്ക് ഒരു മടിയുമില്ല. സ്വന്തം നാട്ടിൽ ചെന്നാലും 6 മണിക്കൂർ, അതും വസ്ത്രമുടയാത്ത വൈറ്റ് കോളം ജോലി തന്നെ കിട്ടണം. അത് നോക്കട്ടെ, നമ്മുടെ ഗോപിക്ക് തന്നെ വേണം. ആ, അതുപോലൊക്കെ തന്നെ. അല്ലേ, നാട്ടിൽ ചെല്ലുമ്പോൾ നീ അവരെ പോയി കാണണം. നമ്മളൊക്കെ വല്ലപ്പോഴും ചെല്ലുന്നതാണ് അവന്റെ ഏക ആശ്വാസം. അല്ല ബാലേട്ടാ, ഞാൻ ഇറങ്ങുന്നു. കുറച്ച് ദൂരെയാണ്. അറിയാം. പിന്നെ കുറച്ച് ദൂരത്തിൽ ഞാനിപ്പോഴും എത്തും കേട്ടോ. നീ റെഡിയാകുമ്പോൾ ഞാൻ വരാം. എന്താണ്ടി നാട്ടിൽ പോകുന്ന സന്തോഷമൊന്നും നിങ്ങൾ മുഖത്ത് കാണുന്നില്ലല്ലോ. എന്താടാ അതെ ബാലേട്ടാ. എന്താ അവാർഡ് പടം കളിക്കുകയാണ്? എനിക്കൊന്ന് ഫ്രഷാണ്. നല്ല വിശപ്പുണ്ട്. ഉപ്പും പരിപ്പേറിയൊക്കെ ഇരിപ്പുണ്ടല്ലോ അല്ലേ? അല്ല പറ. എന്താ ഷോട്ട്? ഏയ് ഒന്നുമില്ല. അത് ഇക്കാക്ക് എന്ത് പറ്റി? നാട്ടിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ, അതിന്റെ ടെൻഷനാവാം. ആ, ഹലോ, നിനക്കല്ലാതെ വേറെ ആർക്കാ ഞാൻ അയച്ചിരിക്കാം. ഓക്കെ, ശരി വെച്ചോ. അല്ല ആന്റണി, ഒക്കെയൊന്നും കിട്ടിത്തീർന്നില്ലല്ലോ. ഒരു മൊബൈൽ ഇപ്പൊ വരാം. നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞു എന്തെങ്കിലും ഓർമ്മ കൊണ്ടുവന്നു. അതങ്ങനെ നാട്ടിലുള്ള സകല പെമ്പിളാരുടെ ഞാനൊന്നും പറയുന്നില്ല. ഇങ്ങനെയും ഒരു പാട്ട് ജന്മം. അല്ല ബാലേട്ടാ, ഒന്ന് നാട്ടിൽ പോയി വന്നു. പോകണം. എത്ര നാളിങ്ങനെ? ഉടനെ ഇല്ല, ബാലേട്ടൻ ഉടനെ പോകണം. പോകും. ഒരിക്കൽ ഞാൻ പോകുമ്പോഴാ ഈ മരുഭൂമിയിലെ സമ്പാദ്യം ഇത്രയും നേരത്തെ തന്നെ കൊണ്ടുപോയി പോകും. അതെന്നെ കൊണ്ടുപോയി പോകും. എന്ത് പറയണം ഞാൻ അവരോട്? എന്തും പറയാം, എന്തും പറയാം നിനക്ക് അവരോട്. പക്ഷേ ഇത് മാത്രം നീ പറയരുത്. ഒടിഞ്ഞ കാലിന്റെ വേദനയേക്കാൾ കൂടുതൽ വേദന എന്റെ മനസ്സിലാണെന്ന് മാത്രം നീ പറയരുത്. ആശ്വസിപ്പിക്കാനും ദുഃഖം പ്രകടിപ്പിക്കാനും വേണ്ടപ്പെട്ടവർക്ക് ഇതൊരു അവസരമാവാം ഈ കാരണം. ബന്ധുവാര് ശത്രുവാര് ബന്ധനത്തിൻ നോവറിയും കിളിമകളെ പറയൂ. ബന്ധുവാര് ശത്രുവാര്
ശരീരത്തെക്കാൾ മനസ്സാണോ തളർന്നു പോയത്? നമ്മൾ നിൽക്കുന്നല്ലോ നമ്മുടെ മനസ്സിൽ നിർത്തണം, പിടിച്ചു നിർത്തണം. അല്ലാത്തൊരു പാവം നമുക്ക് ചേരില്ല. അത് ബലഹീനതയെ കാണുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. കുടുംബത്തിന്റെ സന്തോഷം ആ ഒരു കാരണം മതിയല്ലോ ഈ ജീവിതം മുഴുവൻ ഇങ്ങനെ പിരിഞ്ഞ് തീരുമാനിക്കും. കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം, പക്ഷേ അതല്ലേ കുടുംബമാകും. ബാലനറിയില്ല, നീണ്ട 26 വർഷത്തെ പ്രവാസം, അതിനിടയിൽ വെറും 18 മാസത്തെ കുടുംബജീവിതം. ജീവിതത്തിൽ ആദ്യമായി നീണ്ട 4 മാസത്തെ കുടുംബജീവിതം ആസ്വദിച്ചു വന്ന സന്തോഷമുണ്ട് ബാല, ഈ മനസ്സ് നിറയെ. പക്ഷേ 4 മാസവും പേരക്കുട്ടിയെ കുഞ്ചിക്കുവാനേ കഴിഞ്ഞുള്ളൂ. നമ്മുടെ ഈ രുചി മറ്റൊരാൾക്കും കൊടുക്കരുതേ എന്ന് ദൈവത്തോട് പലതവണ പ്രാർത്ഥിക്കാറുണ്ട്. ഈ വിധി ചോദിച്ചു വാങ്ങുവാനായി നമുക്ക് ചുറ്റിലും അല്ല നമ്മുടെ കുടുംബത്തിൽ തന്നെ ആൾക്കാർ കാത്തിരിക്കുന്നു. എന്റെ മകൾ വിവാഹത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തതിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് മനോവേദന എത്രയത് നിനക്ക് അറിവുള്ളത്. എന്നാൽ ഇന്ന് ഞാൻ ഏർപ്പെടുത്തുന്ന പ്രശ്നം വളരെ വലുതാണ്. മരുമകന് വിസു നൽകാത്തതിന്റെ പേരിൽ പ്രസവത്തിന് ശേഷം മോളെയും കുട്ടിയെയും അവർ ഇതുവരെ തിരികെ കൊണ്ടുപോയിട്ടില്ല. അതെന്താ അങ്ങനെ? എന്റെ ഭാര്യയുടെ നാവിൽ നിന്നും അറിയാതെ വന്നൊരു പാഴ് വാക്ക്. വിവാഹശേഷം മരുമകന് ഞാൻ വിസു നൽകുന്നു. അന്ന് അവൾ അറിഞ്ഞിരുന്നില്ല മരുമകനും കുടുംബവും പ്രധാന സ്ത്രീധനമായി കണക്കാക്കിയത് അതാണെന്ന്. അവിടെയും നീ ഭാഗ്യവാനാണ്. സ്വന്തം മകൾ വീട്ടിലെങ്കിലും ഉണ്ടല്ലോ. വിവാഹത്തലേന്ന് കാമുകനോടൊപ്പം വീട് വിട്ടുപോയി എന്റെ മകൾ എവിടെ ഉണ്ടെന്നെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ അതെനിക്ക് ആശ്വാസമായത്. അല്ല, കുറച്ചു നേരത്തെ നീ എന്താ പറയാൻ പറ്റുന്നത്? അതെന്താണ്? പറഞ്ഞ് നിന്നെ കൂടുതൽ വിഷമിക്കണമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. നീ പറയടാ. എന്തും കേൾക്കാനുള്ള മനക്കരുത്തും എനിക്കുണ്ട്. അനുഭവത്തിന്റെ തീച്ചുളയിൽ കാലം വാർത്തക്ക് സമ്മാനിച്ച മനക്കരുത്ത്. മറ്റൊന്നുമല്ല, നിന്റെ മകന്റെ കാര്യമാണ്. അവൻ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിലേക്ക് കൂടി തിരിഞ്ഞു എന്ന് അറിയാൻ കഴിയും. അല്ല ബാല, നിനക്ക് അവനെ നിയന്ത്രിച്ചു പോയി. എങ്ങനെ? തന്നോളം പോകുന്ന മകനെ ഞാൻ എങ്ങനെ നിയന്ത്രിക്കും? എല്ലാവരും പറയുന്നു വളർത്തുദോഷമെന്ന്. ഞാൻ ചെയ്ത തെറ്റെന്താണ് ഷോക്ക്? ഗൾഫിലേക്ക് വന്നത് അതോ ഇവിടെ ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ ഭാര്യയുടെയും മക്കളുടെയും പേർക്ക് അയച്ചു കൊടുക്കുന്നത്? അതെ, അത് തന്നെയാണ് നീ ചെയ്ത തെറ്റ്. അധ്വാനിക്കാതെ സുലഭമായി ലഭിക്കുന്ന പണം ഏതൊരു മനുഷ്യനെയും നാശത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിന്റെ സൂക്ഷിപ്പാൽ നമ്മൾ തന്നെ ആയിരിക്കണം. ആവശ്യത്തിന് മാത്രം വേണ്ടപ്പെട്ടവർക്ക് നൽകുക. എന്തിനെന്ന് പോലും ചോദിക്കാതെ കിട്ടുന്ന പണം അത്രയും ഭാര്യയുടെയും മക്കളുടെയും പേർക്ക് അയച്ചു കൊടുക്കുന്ന ഓരോ പ്രവാസിക്കും നിന്റെ ജീവിതം ഒരു പാഠമായിരിക്കും. പാഠം? ബുദ്ധിമാന്മാർ മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്നും പാഠം പഠിക്കുന്നു. എന്നെപ്പോലുള്ള വിദ്യകൾ അവസാനം പഠനം കഴിഞ്ഞപ്പോൾ ഒരു ഞെട്ടലോടെ ഞാൻ അറിഞ്ഞു എന്റെ ജീവിതം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. അതെ, എന്റെ ഭാര്യ എന്ത് പറയുന്നു? അത് പിന്നെ 2-3 പ്രാവശ്യം ഞാൻ നിന്റെ വീട്ടിൽ പോയി. പക്ഷേ എന്റെ ശ്രീമതിയെ മാത്രം അവിടെ എങ്ങും കണ്ടില്ല. അതെങ്ങനെ? അവൾക്കൊരു ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ഷൗക്കത്ത്. സൊസൈറ്റിയിലേടിയല്ലേ? ഒരു സമൂഹത്തെ മുഴുവൻ നന്നാക്കേണ്ട ബാധ്യത അവൾക്കല്ലേ? സ്വന്തം വീട് നോക്കാൻ അറിയാത്തത് ഒരു സമൂഹത്തെ നന്നാക്കാൻ കഴിഞ്ഞാൽ ആ സമൂഹത്തിന്റെ അവസ്ഥ എന്തായി മാറും? അവരെ കുറ്റപ്പെടുത്തുന്ന അർത്ഥം നമ്മൾ ഊഹിക്കുന്നതിനും വളരെ വലുതാണ്. അവരനുഭവിക്കുന്ന മാനസിക സംഘർഷം. എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്നു. എന്നാൽ എല്ലാവരുടെയും കുറ്റപ്പെടുത്തിയപ്പോൾ മാത്രം കേൾക്കേണ്ടി വരികയില്ല. നമ്മൾ കാര്യമായിട്ട് ഉയർത്തിയെത്തി എന്തെല്ലാം സൗഭാഗ്യം ആരൊക്കെ അടക്കം വരുന്നത് അവർക്ക് താങ്ങും തുണയുമാവേണ്ട നമ്മൾ അടുത്തില്ലാതെ വരുമ്പോഴുള്ള ഒറ്റപ്പെടലുണ്ട്. അത് ഭയാനകമാണ്.
ആഘോഷമാണ്. എന്തിന്? ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ അത് എനിക്ക് കൂടി പങ്കുവെക്കാൻ പറ്റാത്തതിന്റെ വേദനയിൽ നിറകണ്ടോട് വീണ്ടിട്ട് പോകുന്ന ഒരു നമ്മിനെ പറ്റി എന്റെ മക്കൾ പലപ്പോഴും പറയാറുണ്ട്. എല്ലാ സ്ത്രീകളും എനിക്ക് ഭാര്യപ്പോലെയാണ്. ശരിയായിരിക്കാം. എങ്കിലും ഒന്നോർക്കുക, അവരുടെ കൊച്ചു കൊച്ചു പരാതികളും പരിഭവങ്ങളുമെല്ലാം കേൾക്കാൻ അല്പം ക്ഷമ കാണിക്കുകയും ഫോണിലൂടെ എങ്കിലും അവരെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള പല പ്രവാസികളുടെയും പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹാരം കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നൊരു കാര്യം, വിട്ടുമാറാത്ത തലവേദനയും വിഷാദരോഗവും കൂടുതലായി കണ്ടുവരുന്നതും പ്രവാസികളുടെ ഭാര്യമാരികളാണെന്ന് നിങ്ങൾ ഓരോരുത്തരും ഓർക്കുക. നിന്റെ ചിന്തകൾ എപ്പോഴും ശരിയാണെന്ന് അല്ല അഗ്നി, നിനക്കെങ്കിലും നാട്ടിൽ നിന്ന് ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഈ ജീവിതം മണലാരണ്യത്തിൽ ഭൂമിക്കാതെ മക്കളോടും കുടുംബത്തോടും നാട്ടിൽ കഴിയുന്നു. നാട്ടിൽ നിൽക്കാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? പക്ഷേ ഇവിടെ വന്നുപോയി മരുപ്പച്ചയ്ക്ക് പിന്നാലെ ഓടി യൗവനം മുഴുവൻ മരുഭൂമിയിൽ ഭൂമിച്ച ഞങ്ങളുടെ അവസ്ഥ നിനക്കുണ്ടാവും. അവസാനം വാർദ്ധക്യത്തിൽ ഇതുപോലെ ആർക്കും വേണ്ടാത്ത പാഴ് ജന്മമാവും ഒരുപക്ഷെ നിന്റേതും. അല്ലടാ, ചെന്ന് നാട്ടിൽ കുടുംബത്തോടും കുട്ടികളോടൊപ്പം സുഖമായി കഴിയടാ. അല്ലെങ്കിൽ അവരുടെ നിസ്സഹായതയിൽ നിന്ന് ഉടലെടുക്കുന്ന നെടുവീർപ്പുകൾക്കും അടക്കിപ്പിടിച്ച തേങ്ങലുകൾക്കും മുമ്പിൽ എന്ത് പ്രായശ്ചിത്തം ചെയ്താലും പരിഹാരമായി വരില്ല. അതുകൊണ്ട് ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ജീവിതം നാട്ടിൽ പോയി ജീവിച്ചു തീർക്കുക. സ്വപ്നങ്ങളൊന്നും മനസ്സിൽ നെയ്തു കൂട്ടിയ സ്വപ്നങ്ങളൊക്കെ ഈ ജീവിത സാഹചര്യത്തിൽ ആ ചാരത്തിലേക്ക് നിൽക്കുന്നു കൊള്ളുന്ന കറുത്ത പുകയാണ് അങ്ങനെ ഭൗതികമായ നേട്ടങ്ങളൊക്കെയും വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന മാതാപിതാക്കളുടെ കണ്ണീരിന് മുമ്പിൽ നിഷ്ഫലമാവില്ലേക്കാണ്. എന്റെ ഉമ്മയുടെ കണ്ണീരിൽ കറുത്ത കവളിൽ ഒരു മുത്തം നൽകി യാത്ര പറഞ്ഞ് പോരാൻ തുടങ്ങിയപ്പോൾ നിറഞ്ഞ കൈകളാൽ എന്നെ ചേർത്ത് പിടിച്ച് നിറഞ്ഞ കണ്ണുകളോട് എന്റെ ഉമ്മ പറഞ്ഞു, 5 നേരവും തുടങ്ങാതെ നമസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുന്നത് എന്താണെന്ന് നിനക്കറിയുന്നു. ഈ ഉമ്മാന്റെ മയ്യത്ത് കാണാനുള്ള ഭാഗ്യമെങ്കിലും നമ്മോര് നൽകണേ തമ്പുരാനെ എന്ന് എന്റെ ഉമ്മായുടെ നെഞ്ചുകുട്ടിയുടെ കരച്ചിൽ കണ്ട് ഇവങ്ങൾക്ക് നിൽക്കാനേ എനിക്ക് കഴിഞ്ഞു. എന്തിന് ഉള്ളക്കിലാർക്കു വേണ്ടി ഇങ്ങനെ ഒരു ജീവിതം? എനിക്ക് ഫേസ്ബുക്കിലല്ല മോനെ നിന്റെ അതല്ലടാ മോനെ, ലോകത്തിലെ ആദ്യത്തെ അക്കൗണ്ട്. അതുപോലും അറിയാത്ത ഒരു മണ്ടൻ. അവൻ കഴിയണ എന്താണ് ഈ ശരി വരാത്ത പരിശ്രമം? അത് ഞാൻ പോസ്റ്റിന് ലൈക്ക് കിട്ടി. ഇതിന്റെ ലാഭമായിട്ട് ശരിക്കും മൊബൈലിലാണ് ഉച്ചമെന്ന് പറയണം. അവൻ കഴിയണ ഉടൻ കഴിയും. പറയണ ആ മോനെ മനോജ് എന്താണ് വിശേഷമൊക്കെ? പറയുമ്പോഴേ എല്ലാം പറയാം. അല്ല പറയണ ശരി എന്ന് പറഞ്ഞോ പോയത് അവൻ ഇവിടെ വരുന്നതാണല്ലോ പറഞ്ഞത്. സാധാ പ്രശ്നം പറയണ്ട. എന്തിനാ
കട കൂട്ടി കിടക്കുന്നു. അവിടെ ആകെ അഴിഞ്ഞു കിടന്നു. അവിടെ പണം മറ്റും നഷ്ടപ്പെട്ടെന്നും അവരുടെ സ്പോർട്സ് അവരുടെ കട പിടിച്ചിരിക്കുന്നു അവിടെ വ്യക്തികൾ പറയുന്നു. എന്താണ് അവിടെ എല്ലാം ഞാൻ അവിടെ കണ്ടില്ല. അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എന്റെ പണം, എന്റെ വീട്, എന്റെ സ്വപ്നങ്ങൾ എല്ലാം തകർന്നല്ലോ പറയട്ടോ. എല്ലാം തകർന്നല്ലോ പറയട്ടോ. എല്ലാം തകർന്നല്ലോ പറയട്ടോ. എല്ലാം തകർന്നല്ലോ പറയട്ടോ. എല്ലാം തകർന്നു. എല്ലാം നഷ്ടപ്പെട്ടു പറയട്ടോ. എല്ലാം പോയി. എല്ലാം പോയി പറയട്ടോ. എവിടെ എന്റെ പണം? എവിടെ എന്റെ പണം? എന്റെ പണം? എന്റെ പണം ഞാൻ എങ്ങനെ നാട്ടിൽ പോയിക്കാം? ഞാൻ എന്തിന് നാട്ടിൽ പോകണം? 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 പപ്പ